ചേട്ടാ, രുദ്രകാളീശ്വരി റെഡ്ഡി കോറിയിലേക്ക് വരുന്നെന്ന്. എന്നിട്ട് അയാൾ നിന്നെ കണ്ടെങ്കിൽ പണ്ടാരോടൊക്കെ നീ ഇങ്ങോട്ട് ഓടിക്കറിയത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകും, എങ്ങോട്ടെങ്കിലും പോടാ. അവനിവിടെ എത്തുന്നതിന് മുമ്പ് അവന്റെ അച്ഛനെയും അമ്മയെയും കൊന്നെന്നുള്ള വാർത്ത അവൻ അറിഞ്ഞിരിക്കണം. ഏതായി താടിക്കാരൻ? നീ ആരടാ? പഴയ ചെറുതാപ്പാടുന്ന ചിഹ്നോ കലപ്പയേന്തിയ കർഷകൻ? ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ചെയ്ത പാപത്തിന് ഒരിക്കലും സ്വർഗത്തിലേക്ക് പോവില്ല. നരകത്തിലെ കാലിനോട് പറയാൻ എന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. അതവന്റെ വെറും നമ്പറാ. കാശ് വാങ്ങിച്ചിട്ടുള്ള പണി. എന്നെ തല്ലിയല്ലേ? എടോ, താനെന്തീ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? ഇമ്മാനുവല്ലേ? രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. എന്താ ഇത്? താടിക്ക് നീ വിളിക്കുമ്പോ അതൊന്ന് വീടി കത്തിക്കില്ല രമേശ. തന്റെ മോന്തക്ക് തീ പിടിച്ച ഒറ്റ ആന്തല കട മുഴുവൻ കത്തിപ്പോവും. ചേട്ടാ, ഇവിടെ രുദ്രകാളീശ്വര റെഡ്ഡി രുദ്രതാണ്ഡവം കളിക്കാം. ഉടനെ അതും ഒന്ന് ബോധിപ്പിക്കാൻ വന്നേക്കണം. നല്ല ഉത്തരവാദിത്വം. അപ്പൊ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ആ വൃത്തികെട്ട നല്ലവൻ വെട്ടുകത്തിയായിട്ട് വരുന്നുണ്ട്. നീ എന്റെ പാവാടയ്ക്ക് വാലിബന്റെ മസാല അരക്കല്ലേ? ഈ എരുമയുടെ പാവാട ഞങ്ങള് ചുരിദാറാക്കും. എന്താണ് 10 തലയോടെ വന്ന അയോധ്യ നീ ആക്രമിക്കോ? മതവിളകിയ കൊമ്പനാനെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച ആളാ. ചുമ്മാ ഒരു വെയിറ്റ് ഇരിക്കട്ടെ. നന്നാവില്ല. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല.